കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് ടവർ ഇടിഞ്ഞു വീണ് അപകടം. നിർത്തിയിട്ട ട്രെയിനിലാണ് കെട്ടിടം തകർന്നു വീണത്. ആളപായമില്ല. സ്റ്റേഷനിൽ ഉണ്ടായത് ഗുരുതര സുരക്ഷാ വീഴ്ച. ചേതൻ ചേരുകയാണ്. ചേതൻ, എപ്പോഴായിരുന്നു സംഭവം? വിശദാംശം. ഷമ്മി, വലിയ വൻ ദുരന്തം ഒഴിവായി എന്ന് നമുക്ക് പറയാം. വലിയൊരു ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ ഇവിടുന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പങ്കുവെക്കാനുള്ളത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഇവിടെയാണ് അപകടം സംഭവിച്ചത്. കെട്ടിടം തകർന്നു വീണത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടമാണ്, റെയിൽവേയുടെ കെട്ടിടമാണ്. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങൾ കാണുന്ന ആ ക്ലോക്ക് ടവർ കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു മുഖമുദ്ര തന്നെയായിരുന്നു ആ ക്ലോക്ക് ടവർ. ആ ക്ലോക്ക് ടവറാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം, ഈ രണ്ടും മൂന്നും പ്ലാറ്റ്ഫോമിൽ, അത് രണ്ടും ഒരുമിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ രണ്ട് പ്ലാറ്റ്ഫോമുകളിലും ആ സമയം ട്രെയിനുകളും ഇല്ലായിരുന്നു. ട്രെയിനുകൾ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യം കാണുന്ന ഈ ട്രെയിൻ, അത് ഇവിടെ നിന്ന് കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന പാസഞ്ചറാണ്. അത് 2:10 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുക. ആയതിനാൽ ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെയൊന്നും യാത്രക്കാരും ഇല്ലായിരുന്നു. ഭാഗ്യവശാൽ റെയിൽവേയുടെ ജീവനക്കാരും ഇല്ലായിരുന്നു. വലിയൊരു ആശ്വാസകരമായ കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഷമ്മി, ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചാൽ ചില പരിശോധനകളും അതുപോലെ തന്നെ നവീകരണ പ്രവർത്തനങ്ങളും റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ചില 2-3 ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. നേത്രാവതിയും ഏറനാടും ഒക്കെ സമീപത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. റെയിൽവേ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ തൊഴിലാളികളും ഇവിടെയുണ്ട്. അവർ ഇവിടെ ജോലി ആരംഭിച്ചിട്ടുണ്ട്. വലിയൊരു അപകടമാണ് ഇവിടെ നിന്ന് ഒഴിവായത്. അല്പസമയം മുമ്പ് ഈ സംഭവ സ്ഥലത്ത് മുഹമ്മദ് റിയാസ് MLA സന്ദർശിച്ചിരുന്നു. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ അനാസ്ഥയാണ്. ഇവിടെ യാത്രക്കാർക്കായി സൂചനാ ബോർഡുകളോ അപകട മുന്നറിയിപ്പുകളോ അനൗൺസ്മെൻറ്റുകളോ നൽകിയിട്ടില്ല. PA മുഹമ്മദ് റിയാസ് MLA ഇവിടെ എത്തുകയും അദ്ദേഹത്തിൻ്റെ ഇടപെടലിലൂടെ ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം അനൗൺസ്മെൻറ്റായി നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, വലിയ PA മുഹമ്മദ് റിയാസ് MLA അവിടെ എത്തിയിരുന്നു. ഗുരുതരമായ വീഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്നുള്ളത് മുഹമ്മദ് റിയാസ് പറയുന്നു. ആ വാക്കുകളിലേക്ക്. അല്ലാതെ വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, വളരെ നേരത്തെ തന്നെ ഇത് പരസ്യമാക്കണം. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഒരു അപകട സാധ്യതയുണ്ട്. അപകട സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ആദ്യം തന്നെ വിവരം പരസ്യപ്പെടുത്തണം. രണ്ടാമത്തത്, ഇതുമായി ബന്ധപ്പെട്ട് ബാരിക്കേഡുകൾ എല്ലാ സ്ഥലത്തും വേണ്ടതുണ്ട്. മൂന്നാമത്, പ്രത്യേക ജീവനക്കാരെ വെച്ചുകൊണ്ട് ജനങ്ങളെ റെയിൽവേ സ്റ്റേഷനകത്ത് അറിയിക്കണം, ഈ വഴി പോരുത് എന്ന് അറിയിക്കാൻ പ്രത്യേക സംവിധാനം ജീവനക്കാരെ മാനുവലായിട്ട് വെക്കണം. അതും ഇവിടെ കണ്ടിട്ടില്ല. നാലാമത്തെ വളരെ ഗൗരവമായിട്ടുള്ള വിഷയം, ഇതിനെക്കുറിച്ച് നേരത്തെ അറിയുമെങ്കിൽ ഇതിൻ്റെ ഭാഗമായി പ്രിക്കോഷണറി സ്റ്റെപ്പ് എന്തൊക്കെ എടുത്തു, ഇത് പുനർനിർമ്മാണത്തിന് എന്ത് നിലപാടെടുത്തു, ഇതും പരിശോധിക്കണം. ഇതിപ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടാണ് നമ്മൾ. വളരെ ഗൗരവമുള്ള വിഷയമാണ്. എന്തായാലും റെയിൽവേ അധികാരികളെയും മറ്റ് ബന്ധപ്പെട്ടവരെയും വിവരം അറിയിക്കും. ചേതൻ ചേരുകയാണ്. ചേതൻ, പല റെയിൽവേ സ്റ്റേഷനുകളിലും നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതുപോലെ യാത്രക്കാരൻ്റെ തലയിലേക്ക് ഇരുമ്പ് കമ്പി വീണ് ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പണി നടക്കുന്ന സമയത്ത് കൃത്യമായി അതിൻ്റെ ഒരു മുന്നറിയിപ്പ് നൽകാനും യാത്രക്കാർ അവരുടെ സുരക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസ് അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ചേതൻ. തീർച്ചയായും ഷമി, ഈ ഒരു അപകടം ശരിക്കും ഒരു പാഠമാക്കി ഉൾക്കൊണ്ട് റെയിൽവേയുടെ അധികൃതർ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം. അതായത് കൃത്യമായി ഇത്തരത്തിൽ കെട്ടിടം കാലപ്പഴക്കം ചെന്നതാണെന്നോ മറ്റൊരു അപകട മുന്നറിയിപ്പോ ഇല്ല. ഷമി സൂചിപ്പിച്ച പോലെ കൊല്ലത്ത് പോലെ തന്നെ ഇവിടെയും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് നവീകരണ പ്രവർത്തികൾ ആരംഭിക്കുന്നത്. അത് പ്ലാറ്റ്ഫോം 1ന്റെ തൊട്ട് സമീപമാണ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഇത്തരത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു അപകടം, ഈ കെട്ടിടത്തിന് ഇത്രയും ബലക്ഷയമുണ്ടോ എന്ന കാര്യത്തിനെ കുറിച്ച് ഒരു പഠനവും റെയിൽവേ നടത്തിയിട്ടില്ല എന്ന കാര്യമാണ് ഏറെ ഞെട്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിയതും ഇവിടെ ഇൻസ്പെക്ഷൻ നടത്തിയെന്നാണ് നമ്മൾ അറിഞ്ഞത്. അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊന്നും നിലവിൽ പുറത്ത് വന്നിട്ടില്ല. എങ്കിലും പതിറ്റാണ്ടുകൾ, ഷമി, ഇത് നമുക്ക് ഊഹിക്കാനും അപ്പുറത്തെ അത്രയും പഴക്കമുള്ള കെട്ടിടമാണ്. ഒരു പക്ഷേ റെയിൽവേയുടെ ആരംഭിച്ച് അതിനുശേഷമുള്ള അത്രയും പഴക്കം ചെന്ന കെട്ടിടമാണ് ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞത്. നമുക്ക് പറയാനുള്ളത്, ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടരുത്. അടിയന്തരമായി സംസ്ഥാനത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളുടെയും കാലപ്പഴക്കം ചെന്ന റെയിൽവേ സ്റ്റേഷൻ്റെ പഴയ കെട്ടിടം അത് കണ്ടെത്തുകയും അതിൻ്റെ ബലക്ഷയം
പരിശോധന നടത്തുകയും ആവശ്യമെങ്കിൽ അത് പൊളിച്ച് പുതിയത് പണിയണം എന്നാണ് ഈ അപകടത്തിലൂടെ നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് റെയിൽവേ എത്രത്തോളം അതിൽ ഇടപെടുമെന്ന് ഇപ്പോഴും നമുക്ക് സംശയമാണ്. ഏതായാലും നമുക്ക് പറയാനുള്ളത്, ഈ ഘട്ടത്തിൽ നമുക്ക് ആശ്വാസം പകരുന്ന ഏറ്റവും വലിയ കാര്യം, ഒരാൾ പോലും ഇവിടെ ഇല്ലായിരുന്നു. അല്പസമയം മുമ്പ് ഞാൻ ഒരാളോട് ഉണ്ടായി. ഈ അപകടം 11:10 കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. അതിന് തൊട്ട് 5-10 മിനിറ്റ് മുമ്പ് അദ്ദേഹം ഇതിൻ്റെ ചോട്ടിൽ നിന്ന് വിശ്രമിക്കുകയായിരുന്നു. എന്തോ ഒരു ജോലിക്കാര്യമായി അദ്ദേഹം ഇവിടെ നിന്ന് മാറിയപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്. ഇല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടേനെ എന്ന കാര്യമാണ്, ദൗർഭാഗ്യകരമായ കാര്യമാണ് സംഭവിച്ചത് എന്നാണ്. പക്ഷെ അത് സംഭവിച്ചില്ല. ഭാഗ്യവശാൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. താരതമ്യേന 4 പ്ലാറ്റ്ഫോമുകളാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലുള്ളത്. അതിൽ 2ഉം 3ഉം പ്രധാനമായും 3ആം പ്ലാറ്റ്ഫോമിലാണ് കുറച്ചെങ്കിലും ട്രെയിൻ അനൗൺസ്മെൻറ്റ് നടത്താറുള്ളത്. 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിനുകൾ വരുന്നത് അല്പം കുറവാണ്. താരതമ്യേന 1ഉം 4ഉം പ്ലാറ്റ്ഫോമിലാണ് കൂടുതൽ ട്രെയിനുകളും ദീർഘദൂര ട്രെയിനുകളൊക്കെ വരാറുള്ളത്. അങ്ങനെ 1ാമത്തെയോ 4ാമത്തെയോ പ്ലാറ്റ്ഫോമുകളാണെങ്കിൽ ഷമി, ഇതായിരിക്കില്ല ചിത്രം. നിരവധി പേര് ഇത്തരത്തിൽ ജീവൻ പൊലിയുന്ന ഒരു ദൗർഭാഗ്യകര കാഴ്ച സംഭവിക്കുമായിരുന്നു. ഏതായാലും അത് സംഭവിച്ചില്ല. അത് വലിയൊരു ആശ്വാസകരമാണ്. ഈ അപകടത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് റെയിൽവേ അധികൃതർ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഷമി, കോഴിക്കോട് ക്ലോക്ക് ടവർ ഇടിഞ്ഞു വീണു. വലിയ ഒരു അപകടമാണ് ഒഴിവായത്. ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം വലിയ അപകടം ഒഴിവായി. ചേതനാണ് വിശദാംശങ്ങൾ നൽകിയത്.